നീ എന്താ മോനെ ഇങ്ങനെ നോക്കുന്നു? അത് റെസ്പോൺസ് തുറക്കുകയാണ് അച്ഛാ. അതെന്ത് തുറക്കേടാ? അതിന് നീ എന്തിനാ ഇപ്പൊ വണ്ടി നിർത്തിയത്? അച്ഛ, പക്ഷികളുടെ രാജാവിനെ കണ്ടിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്താ പോകുന്നത്. വായിലെന്തോ എരയുണ്ട്. അപ്പൊ അതിന്റെ കൂട് ഇവിടെ അടുത്തുണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. വളരെ റേർ ബേർഡാണ് അച്ഛാ. ഞാൻ പോയി അതിന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് വരാം. ഡാടാ, നീ പോയാ എങ്ങനെ? നമുക്ക് പോകാനുള്ളൂ അല്ലേ? വിട്ടാ കിട്ടില്ല അച്ഛാ. ഞാനിപ്പോ വരാം. അച്ഛാ, ശരി, വേഗം വരണേ. ആ എന്താ നീ എന്തിനാ ഇങ്ങനെ പേടിച്ചോടിയത്? എന്താ ഉണ്ടായേ? ഒന്നുമില്ല അച്ഛാ. ഒരു വലിയ എന്തോ ഒരു സാധനം എന്നെ ഓടിച്ചു. അവിടെ അങ്ങനെ ഒന്നും ഇല്ലല്ലോ ഓടിക്കാനായിട്ട്. എവിടെ? അല്ലച്ചാ. ശരി, വാ പോവാ. ഹലോ. എടോ രാജശേഖര, സ്വാമി, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. എന്താ സ്വാമി? താനിപ്പോ ദൂരയാത്രയൊന്നും പോകുന്നില്ലല്ലോ? അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ല. കാര്യം എന്താ സ്വാമി? ഒന്നുമില്ല രാജശേഖര, ഞാനിപ്പോ ഒരു ദുസ്വപ്നം കണ്ടു. അതാ തന്നെ വിളിച്ചത്. അങ്ങനെ എന്താ സ്വാമി കണ്ടത്? എന്താണെങ്കിലും പറ. അതെല്ലാം വിട്ടേക്ക്. ഞാൻ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ, പ്രത്യേകിച്ചും ആ പൗർണമി പൂജ. സ്വാമി, നിങ്ങൾ പറഞ്ഞ അന്നു മുതൽ ഇന്നു വരെ ഞാൻ ആ പൗർണമി പൂജ നടത്തുന്നതിൽ ഒരു മുടക്കവും വരുത്തിയിട്ടില്ല. ഒരു പൂജ മുടങ്ങിയാൽ പോലും നമ്മുടെ പ്രയത്നത്തിന് ഫലമില്ലാതാകും. അതുകൊണ്ട് ചെയ്യുന്ന പൂജയിൽ പിഴവുണ്ടാകരുത്. അങ്ങനെ ഉണ്ടായാൽ നിന്റെ കുടുംബത്തിന്റെ സർവനാശമായിരിക്കും. അങ്ങനെയൊന്നും സംഭവിക്കരുത് സ്വാമി. സ്വാമി, ഒരു കാര്യം അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. ഈ പൂജ എപ്പോഴാ നിർത്താൻ പറ്റുക? നിർത്തിയാൽ നിന്റെ സന്തതി പരമ്പര തന്നെ നശിച്ചു പോകും. ഉള്ളിൽ ഉറങ്ങുന്നത് ചിരഞ്ജീവിയാണ്. നമ്മൾ ബന്ധിച്ചതുപോലെ തന്നെ അതവിടെ ഉണ്ടായിരിക്കും. അതിനെ നിസ്സാരമായി കണ്ട അബദ്ധത്തിൽ ചാടരുത്. ഇനി മുതൽ തന്റെ വിധിയും തന്നെ സഹായിച്ച എന്റെ വിധിയും രണ്ടും അതിന്റെ കയ്യിലാണ്. അതിനെ യഥാസ്ഥാനത്ത് നിർത്തിയാൽ മാത്രമേ നമുക്ക്
നമുക്ക് മനസമാധാനമായി ജീവിക്കാൻ പറ്റൂ. അതിന്റെ മേൽ എപ്പോഴും ഒരു കണ്ണുണ്ടാവണം. എന്തു പ്രശ്നമുണ്ടായാലും എന്നെ വിളിച്ചാൽ മതി, ഞാൻ വരാം. ശരി സ്വാമി. രാജശേഖര, കുറച്ചു നാളത്തേക്ക് ഇവിടം വിട്ടെങ്ങും പോകണ്ട. തന്റെ മകൻ അരുണിനോട് ഒന്ന് പറഞ്ഞേക്ക്. ശരി സ്വാമി. ഓം ഹ്രീം ക്ലീം ക്രീം. ഒഴിഞ്ഞു പോകാനാ പറഞ്ഞത്. എല്ലാം ഇപ്പോൾ എന്റെ കയ്യിലാണ്. എന്നെ ഒന്നും ചെയ്യരുത്. മാന്ത്രിക ശക്തിയിൽ നിന്ന് നിനക്ക് ഒരിക്കലും രക്ഷപ്പെടാനാവില്ല. മര്യാദയ്ക്ക് ഒഴിഞ്ഞു പോകാനാ പറഞ്ഞത്. ഹേയ് മഹാകാളി. ഭൈരവിയമ്മേ, 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 എനിക്ക് അമ്മയോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഒരു പുത്രനാണ് നിന്റെ മകൾക്ക് ജനിച്ചിരിക്കുന്നത്. ഹലോ രാജമ്മേ, മോള് പ്രസവിച്ചു. ആൺകുട്ടിയാ. അതെയോ? സന്തോഷം. മോള് കണ്ണു തുറന്നപ്പോ നിന്നെ അന്വേഷിച്ചത്. നീ വേഗം ഇങ്ങോട്ട് എത്തുമല്ലോ അല്ലേ? ഞാനെത്താം അമ്മേ. അമ്മ പറഞ്ഞ പോലെ തന്നെ നടന്നിരിക്കുന്നു. പിന്നെ ഞാനൊരു കാര്യം പറയാനാ വന്നത്. എനിക്കിന്ന് ഇവിടുന്ന് പോകാന്ന് പറയാനല്ലേ നീ വന്നത്? അതെ അമ്മേ. ഇവിടുന്ന് പോകാൻ ഞാൻ തയ്യാറാണ്. നീ പോയിക്കോ. ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു അമ്മേ. പക്ഷെ ചോദിച്ചാൽ അമ്മ തെറ്റിദ്ധരിക്കുമെന്നറിയില്ല. ചോദിക്ക്. ഏതവസ്ഥയിലും എനിക്കെപ്പോ എന്ത് വേണമെങ്കിലും ഞാൻ അമ്മയോട് വന്ന് ചോദിക്കുമായിരുന്നു. അമ്മ പരിഹാരവും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇപ്പോ അമ്മ ഇവിടുന്ന് പോകുന്ന സ്ഥിതിക്ക് ഇനി എവിടെ വന്നാലും അമ്മയൊന്ന് കാണാൻ പറ്റുക. നീ വിഷമിക്കണ്ട. പോയാലും ഞാൻ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് തന്നെ തിരിച്ചെത്തും. എന്റെ കൈ കൊണ്ട് തന്നെ ആയിരിക്കണം അവന്റെ അവസാനം. ആ ദൗത്യം പൂർത്തിയാക്കിയിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചെത്തും. ഇതിനു മുമ്പ് ചെയ്ത കൊലക്കുറ്റത്തിന്റെ പേരിലല്ലേ അമ്മേ 6 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചത്. ഇനി വീണ്ടും അത് ആവർത്തിക്കണോ? വേണ്ടമ്മേ. മറ്റാർക്കും കിട്ടാത്ത ശക്തിയല്ലേ അമ്മയ്ക്ക് കിട്ടിയിരിക്കുന്നത്. ഈശ്വരന്റെ വരം അനുഗ്രഹമായി ലഭിച്ച അമ്മ ഇങ്ങനെ ശാപം വാങ്ങി കൂട്ടരുത്. ആ പയ്യനെ വെറുതെ വിട്ടേക്കമ്മേ. എനിക്ക് എങ്ങനെ വിടാൻ പറ്റും? അന്ന് എന്റെ കുടുംബത്തോട് അവൻ ചെയ്ത അക്രമമൊക്കെ എന്റെ കൺമുമ്പിൽ വെച്ചാണ് നടന്നത്. അതെനിക്ക് എങ്ങനെ മറക്കാൻ പറ്റും? അവൻ എനിക്കൊരുക്കിയ തീച്ചൂളയിൽ അവന്റെ ശവദാഹം കാണാതെ ഞാൻ മടങ്ങില്ല. അവനെ ഇല്ലാതാക്കണമെന്നുള്ള എന്റെ ശപഥത്തെ ആര് വിചാരിച്ചാലും തടയാൻ കഴിയില്ല. അവനെ കൊല്ലണമെന്നുള്ളത് 6 വർഷമായി രാത്രിയും പകലുമായി എന്റെ നെഞ്ചിലാളുന്ന തീയാണ്. ആര് വിചാരിച്ചാലും ആ തീ കെടുത്താൻ കഴിയില്ല. എന്റെ കയ്യിൽ നിന്നും ഇവൻ ഒരു തരത്തിലും രക്ഷപ്പെടാൻ പോകുന്നില്ല.
പൂവാ അച്ഛാ ഇത്? നാഗപ്പൂവാ മോളെ. നാഗപ്പൂ നാഗമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമുള്ള പൂവാ. ഞാനെന്നാ പൂജ തുടങ്ങട്ടെ. ശരി മോളെ. മോളെ, നമ്മുടെ ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ കാര്യം സംസാരിക്കാൻ വന്ന തമ്പുരാനെ ഒന്ന് കാണുമായിരുന്നു. പൂജ തുടങ്ങിപ്പോയല്ലോ, ഒന്ന് വെയിറ്റ് ചെയ്യോ. പൂജ കഴിഞ്ഞ ഉടനെ ഞാൻ പോയി പറയാം. അയ്യോ അതല്ല, ഒത്തിരി ധൃതിയുള്ളതുകൊണ്ടാ. ഒരുപാട് സ്ഥലത്ത് പോകാനുള്ളതാ. തിരുമേനിക്ക് പിള്ളേരെ പള്ളിക്കൂടത്തിൽ കൊണ്ടാക്കാനുള്ളതാ. പൂജ പകുതിയിൽ നിർത്തിയിട്ട് പോകരുത്. അതാ കുട്ടി എന്തായി പറയുന്നത്? ഇതൊരു ദോശയാണോ? അങ്ങനെയാണെങ്കിൽ തന്നെ കല്ല് ചൂടാകുന്നതിന് മുമ്പ് പോയിട്ട് വരാല്ലോ. പൂജ ആയതുകൊണ്ട് എപ്പോ ആണെങ്കിലും തുടങ്ങാൻ നിർത്താം. എന്റെ രാജ, താനൊന്നും മിണ്ടാതിരിക്കടോ. മോളെ നീ ചെല്ലെ, തിരുമേനിക്ക് അത്യാവശ്യം ഉള്ളതുകൊണ്ടാ. മോളൊന്നും ചെന്ന് തമ്പ്രാനോട് പറ. പൂജയുടെ കാര്യത്ത് വിഷമിക്കണ്ട, കുട്ടി പോയി പറയാ. എന്നാ ശരി. ഇതിൽ മഞ്ഞൾ വെച്ചിട്ടുണ്ട്, കുങ്കുമമുണ്ട്, പിന്നെ പൂവുണ്ട്. എന്റെ പൊന്ന് തിരുമേനി, നിങ്ങൾ മനുഷ്യരായിട്ട് ജനിക്കുന്നതിന് പകരം പാമ്പായിട്ട് ജനിച്ചിരുന്നെങ്കിൽ ദിവസം പാല് കുടിച്ച് കൊടുക്കാറുണ്ട്. ഒരു കാര്യം, പൊട്ട് വട്ടത്തിൽ തന്നെ വെക്കണേ. എന്റെ പൊന്നു മോളെ, തിരുമേനിയാണോ പൊട്ട് വയ്ക്കാൻ പഠിപ്പിക്കുന്നത്? പൊട്ട് വെച്ച് എട്ടിയതായി പൊട്ടാൻ പറ്റും. എന്തായി പറയണേ? ഇതൊക്കെ ഒരു ഇമ്പാക്ട് അല്ലേ പാട്ടരെ? പൂജയുടെ കാര്യമൊക്കെ ഇങ്ങേര് പോയിക്കോളൂ. മോള് പോയിട്ടോ. പിന്നെ പാലൊഴിക്കുന്നതിന് മുൻപ് മണി അടിക്കാൻ മറക്കരുത്. എന്റെ മോളെ, മണിയടിച്ച ഇങ്ങേര് ഈ പരുവത്തിലായത്. കാലത്ത് മണിയടി തുടങ്ങിയാ പിന്നെ അത്താഴ പൂജയ്ക്ക് ഈ കൈക്ക് റെസ്റ്റ്. ഇതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ടോ? പട്ടര് നോക്കിക്കോളൂ. മോള് പോയിട്ട് വാ. ഇതാ സോറി, ഞാൻ പറഞ്ഞിട്ട് വരാം. ഇത് ചൈന മുട്ട തന്നെ. ഇത് ഇവിടെ ഇരിക്കും. ഇത് നാടൻ. ഇത്രയും മുട്ട ഒരുമിച്ചടിച്ചാ ഈ പാമ്പുകൾക്ക് വയറ്റിളക്കം പിടിക്കില്ലേ? എന്തായി കാണിക്കുന്നേ? മുട്ട ഇങ്ങനെ വെക്കാൻ ആരാ പറഞ്ഞേ? മുട്ട എങ്ങനെ വെച്ച് അതിന്റെ ദ്വാരം അടച്ചോ നാഗമ്മയ്ക്ക് ശ്വാസം മുട്ടില്ലേ? ഇത്രയ്ക്ക് അറിയില്ലേ നിങ്ങൾക്ക്? കേട്ടില്ലേ? നാഗമ്മയ്ക്ക് ബ്രീത്ത് ഇൻ ട്രബിൾ വരുമത്രേ. ഈ കുട്ടി ഒരു മൃഗ ഡോക്ടറാണെന്നാ തോന്നുന്നേ. ശരി, തമ്പുരാനകത്തേക്ക് വരാൻ പറഞ്ഞു. ചെല്ലു. എന്റെ പൊന്നണ്ണ, ഈ കുട്ടി ഒരു ലോക്കൽ പുറ്റും വെച്ചിട്ടാ ഇവിടെ പാമ്പുണ്ടെന്ന് പറയുന്നത്. ശരിക്കും പാമ്പുണ്ടായിരുന്നു എന്തൊരായന. പാമ്പിന് ബ്രീത്ത് ഇൻ ട്രബിൾ. എന്റെ അണ്ണ, അതെ, മിനിമം 5 ലക്ഷത്തിൽ വേണം തുടങ്ങാൻ. എങ്കിലേ പരിപാടി കഴിഞ്ഞ് ബാക്കി എന്തെങ്കിലും മിച്ചം കിട്ടൂ. കഴിഞ്ഞാണത്തെ പോലെ പിച്ചക്കാരനായിട്ട് പോരുത്. എന്റെ ബാഗ് അവിടെ വെച്ചു. നിങ്ങൾ പോയി, ഞാൻ എടുത്തിട്ട് വരാം. 5 ലക്ഷത്തിൽ തുടങ്ങിയേക്കണേ. ഇവിടെ മൂന്ന് എടുക്കും കൊടുങ്ങാറ്റൊന്നുമില്ലല്ലോ. പിന്നെന്തേലും നീ മുട്ടടന്ന് കുലിങ്ങുന്നത്? ഒരുപക്ഷെ പാമ്പുകൾക്ക് ഇനി ബ്രീത്ത് ഇൻ ട്രബിൾ തുടങ്ങിയ. എന്റെ പരദേവതകളെ, ഞാൻ പറയുന്നത് നാഗമ്മല്ലാം കേട്ടാ? കുലുക്കം നിൽക്കുന്നില്ലല്ലോ. എന്റെ ബാഗ് എങ്ങനെ എടുക്ക? ഇതെന്തൊരു മറിമായോ? അയ്യോ, എന്റെ ബ്രീത്ത് പോയി. ഇവിടെ എന്തൊക്കെ കുഴപ്പങ്ങളുണ്ട്. ആരൊക്കെയാണോ അകപ്പെടാൻ പോകുന്നത്? ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് അറിയില്ലേ? നാഗമ്മേ, എന്നോട് ക്ഷമിക്കണേ. അറിയാത്തവരുടെ കയ്യിൽ ഞാൻ ഇതൊന്നും ഏൽപ്പിക്കരുതായിരുന്നു. ഞാൻ തോർത്തെടുക്കാൻ മറന്നുപോയി.
ഒന്നെടുത്തോണ്ട് വരുമോ? ഞാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് എണീക്കണില്ല അല്ലേ? ഇപ്പൊ കാണിച്ചിരാട്ടോ. ഏയ്, കാലത്ത് തന്നെ എന്നെ ശല്യപ്പെടുത്തുക. അപ്പൊ നീ എന്നെ രാത്രി മുഴുവൻ ശല്യപ്പെടുത്തിയത് ഓർമ്മയില്ല അല്ലേ? ഇപ്പൊ ഞാൻ എന്ത് വേണമെന്നാ? ഞാൻ മാറ്റാനുള്ള ഡ്രസ്സ് പോലും എടുത്തില്ല. എന്റെ പൊന്നല്ലേ, ഒന്നാ തോർത്തെങ്കിലും പറ്റില്ല, എടുത്തില്ല. നീ തന്നെ വന്നെടുത്തോ. ഞാൻ വരാം, പക്ഷെ നീ പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കിയാലോ? അതിനിപ്പോ എന്താ കുഴപ്പം? ഒരു കാര്യം ചെയ്യ്, ആ ബെഡ്ഷീറ്റ് തലയിലൂടെ വലിച്ചു പുതയ്ക്ക്, എന്നാലും ഞാൻ വരൂ. അത്രല്ലേ ഉള്ളൂ. ആ ശരി. ഉഫ്. ആ വന്നോ, ഞാൻ പൊതച്ചു. അതെ, ഞാൻ റെഡിയായി. ഇനി എണീറ്റ്. ആ, ഇത് കള്ളൻ. മേരി ജാൻ, സ്നേഹം മധുരിക്കണമെങ്കിൽ കുറച്ച് കള്ളത്തനങ്ങളൊക്കെ വേണം. വല്ലാത്ത കുറുമ്പനാ നീ. നീ എപ്പോഴാ വന്നേ? ഞാൻ ആ കൃത്യസമയത്ത് തന്നെ എത്തിയിരുന്നു. ഏയ്, നീ എന്റെ സ്വന്തം പ്രോപ്പർട്ടി അല്ല, എന്തിനെങ്ങനെ നാടിക്കുന്നത്? ഛീ, പോടുന്നു. ഏയ്, നിക്കവിടെ. അവിടെ നിക്ക. ഞാൻ വിടില്ല. ഇട്ട്. ഛെ, പോടുന്നു. തമ്പുരാനെ, തമ്പുരാനെ,